അഡ്വക്കേറ്റ് ടി ബി മിനി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനി, താങ്കളുടെ പ്രതികരണം എന്താണ് കോടതി വിധിയോട്? കോടതി വിധി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രതികരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതില്ല. അത് ഇപ്പൊ കോടതി കൺസിഡർ ചെയ്തിരിക്കണമെങ്കിൽ ഇത്ര ദീർഘകാലമായ ആള് ജയിലിലാണ്, ഒന്നാം കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വിചാരണ പൂർത്തീകരിച്ചിരിക്കണം. വിചാരണ ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ വിചാരണ അടക്കം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണം. അപ്പൊ നമ്മള് ഈ ജയിലിൽ ഇടുന്നതും ജാമ്യം നിഷേധിക്കുന്നതൊക്കെ സാക്ഷികളെ സ്വാധീനിക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതിന് എല്ലാം പൂർത്തീകരിച്ച സ്ഥിതിക്ക് കോടതി അത് കൺസിഡർ ചെയ്തു എന്നതാണ് നമുക്കറിയുന്ന കാര്യം. ഈ പൾസർ സുനിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് സർക്കാർ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അയാൾ ഈ തെളിവുകൾ പരസ്യപ്പെടുത്തും, ഈ ദൃശ്യങ്ങൾ, അങ്ങനെ അതിജീവിതയെ വലിയ സമ്മർദ്ദത്തിലാക്കും, പിന്നെ ഒരു പക്ഷേ മുങ്ങാനും ഇടയുണ്ട്. ഇതൊക്കെ ഗൗരവതരമല്ലേ? ഇപ്പോ ഈ സാക്ഷി വിസ്താരം കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കുക എന്നത് അട്ടിമറിക്കുന്ന നടപടികളിലേക്കുള്ള അവസരം കൂടെ ഒരുങ്ങുകയാണോ? അല്ല, നമ്മളെ സുപ്രീം കോടതിയെ പോലുള്ള ഒരു കോടതി നമ്മുടെ രാജ്യത്ത് ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോടതിനെ നമുക്ക് അങ്ങനെ എനിക്കറിയാമല്ലോ മിനി, കഴിഞ്ഞ 4 വർഷമായി ഉമർ ഖാലിദ് എന്നൊരാള് ഇതേപോലെ തന്നെ തിഹാർ ജയിലിൽ കിടക്കല്ലേ. 11 മാസത്തിനിടെ 16 തവണയാണ് കോടതി കയറി ഇറങ്ങിയത്. ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ ജാമ്യത്തിന് കൊടുത്തില്ലല്ലോ. അഡ്വക്കേറ്റ് വേണു, ഒരു കാര്യം, അതിജീവിതയുടെ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ പൾസർ സുനി ജാമ്യം കിട്ടി എന്നതിനെ വാസ്തവം വന്ന രീതിയിൽ മനസ്സിലാക്കാന്നല്ലാതെ ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടൊന്നും ചെയ്യാനില്ല, കിട്ടി, അത്രേ ഉള്ളൂ. കോടതി അങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാന്നേ ഉള്ളൂ. എനിക്ക് ആളെ സംബന്ധിച്ച് അയാളാണ് ആ കുറ്റകൃത്യം ചെയ്തെന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ള ഒരാളല്ലേ ഞാൻ. എന്നെ സംബന്ധിച്ച് അയാൾ എല്ലാ കാലത്തും ജയിലിൽ കിടക്കണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുക. പക്ഷെ നിയമപരമായി കോടതി അനുവദിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഫാക്ട്, അത്രേ ഉള്ളൂ. മിനി, ഇതിനകത്ത് ഇപ്പോ ഈ സുപ്രീം കോടതിയോട് ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യം, ഈ നടനാണ് ശക്തൻ, തനിക്കൊരു ശക്തിയുമില്ല എന്നാണ്. ഈ ശക്തനും ഇപ്പോൾ ഈ അശക്തനും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് ഉള്ള സാഹചര്യം എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർ നടപടികളെ ബാധിക്കുക? അതിന്റെ അപകടം പൾസർ സുനിക്ക് ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഞാനങ്ങനെ കാണുന്നത്, കാരണം ഇതൊരു ആളുടെ സുരക്ഷിതത്വം നിലയിൽ പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനിയിപ്പോ അവരൊക്കെ എന്തൊക്കെയാണ് വെളിപ്പെടുത്താന്ന് നമുക്കറിയില്ല. എനിവേ കോടതിയുടെ ഒരു നടപടി എന്ന നിലയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ കൂടെ വിസ്തരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇനിയിപ്പോ അയാൾ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ എന്ന് നമുക്കറിയില്ല. ശരി, നന്ദി. അഡ്വക്കേറ്റ് ടി ബി മിനി അതിജീവിതയുടെ അഭിഭാഷകയാണ് പ്രതികരിച്ചത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നതിനെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുന്നെന്നാണ് പറയുന്നത്. സാക്ഷി വിസ്താരം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സ്വാഭാവിക നീതിയുടെ ഭാഗമായി ഉന്നത നീതിപീഠം കാണുന്നതിൽ അപാകതയില്ല എന്ന നിരീക്ഷണവുമാണ് മിനിയുടേത്. എസ് വിജയകുമാർ വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, ഈ ജാമ്യം പൾസർ സുനിക്ക് ഉറപ്പാക്കുന്നതിൽ ഈ നടന്റെ ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ അത് സഹായകരമായിട്ടില്ലേ? സുപ്രീം കോടതി ഇതെന്ത് വിചാരണ എന്ന് ചോദിക്കുന്ന ആ രൂപത്തിൽ പ്രഹസനമാകുന്ന ഒരു നടപടിയായി ഇത് മാറ്റുന്നതിൽ ദിലീപിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഇടപെടലുകൾ, അതിന് വഴങ്ങിക്കൊടുക്കുന്ന വിചാരണ കോടതി, ഇതൊക്കെ പൾസർ സുനിക്ക് അനുകൂലമാവുകയായിരുന്നോ? വേണു, ഇപ്പോൾ സജി നന്ദിയായിട്ട് ചോദിച്ചതുപോലെ പൾസർ സുനിക്ക് ഇത്രയും ദീർഘമായ നിയമ ഇടപെടലൊക്കെ നടത്താൻ വേണ്ടുന്ന സാമ്പത്തിക സഹായം എവിടെ നിന്ന് കിട്ടി എന്നത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഇതിൽ ആരോപണ വിധേയനായ നടൻ നേരിട്ട് പണം കൊടുക്കുന്നു എന്ന് അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, അല്ല അതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്ന ചോദ്യമാണ് സജി നന്ദിയായിട്ട് ഉന്നയിക്കുന്നത്. അങ്ങനെ നേരിട്ടല്ല ഇത്തരം കാര്യങ്ങളിലുള്ള ഇടപെടൽ എന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഇത്തരം കേസുകളിൽ ഈ കൂട്ടുപ്രതികളെ സഹായിക്കുക, അവരുടെ ഇടപെടലിന് തെളിവുണ്ടാകാതെ അത് മറച്ചു വയ്ക്കുക എന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ വഴികളൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മറ്റൊന്ന്, ഈ കേസിൽ ആദ്യം തന്നെ അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാന പ്രതികളിൽ ഒരാളായ നടൻ ദിലീപിന് ജാമ്യം ലഭിക്കുന്നു. ദിലീപ് പുറത്തിറങ്ങുന്നു. അപ്പോൾ കോടതിയിൽ അതിലെ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്ന നടന് ജാമ്യം കിട്ടിയിട്ട് എനിക്കെന്തുകൊണ്ട് ജാമ്യം നൽകുന്നില്ലെന്ന ചോദ്യം തുടർച്ചയായി ഉന്നയിക്കാൻ പൾസർ സുനിക്ക് ഒരു അവസരം ലഭിക്കുന്നു. അപ്പോൾ വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നതിലൊക്കെ ഈ പ്രതികൾ വഹിച്ച പങ്കെന്തെന്ന് നമ്മൾ ഈ നാളുകളിലൊക്കെ കഴിഞ്ഞ 6-7 വർഷമായി നമ്മൾ കാണുകയാണ്. തുടർച്ചയായി നിയമ ഇടപെടൽ നടത്തുന്നു. സർക്കാർ തന്നെ ഇന്നലെ വന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം സർക്കാർ കൊടുത്ത അഫിഡവിറ്റിലും ഈ കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടു പോകാനും ബദൽ കഥകൾ മെനയാനും ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായ ദിലീപ് നടത്തുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രോസിക്യൂഷന് വേണ്ടി സർക്കാർ കോടതിയിൽ അറിയിച്ചത് നമ്മൾ കണ്ടതാണ്. പുതിയ കഥകൾ വരുന്നു, അതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നു, അങ്ങനെ വിധി പറയുന്ന അനിശ്ചിതമായി വൈകിപ്പിക്കുന്നു. അതിന് പ്രതിഭാഗത്ത് നടത്തുന്ന നീക്കങ്ങളെ പറ്റിയാണ് ഈ സർക്കാർ ഇന്നലെ
കോടതിയിൽ കൊടുത്ത കഴിഞ്ഞ ദിവസം കൊടുത്ത അഫിഡവിറ്റിലും ഉള്ളത്. അപ്പോൾ അങ്ങനെ വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഗുണം പ്രതികൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യം പറ്റിയ ഒരാളാണ് പൾസർ സുനി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാ സുപ്രീം കോടതി പറയുന്നു ഇങ്ങനെ വിചാരണ അനിശ്ചിതമായി നീണ്ടു പോകുന്നു, ഇതെന്തൊരു വിചാരണയാണെന്ന് കോടതി ചോദിക്കുന്നു. അങ്ങനെ ദീർഘകാലം അനന്തമായി ഒരാളെ വിചാരണ തടവുകാരനായി വെക്കാൻ കഴിയില്ല, അപ്പോൾ ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ വിചാരണയുടെ ഒരു വലിയ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ മാത്രം, എന്ന് വെച്ചാൽ പ്രോസിക്യൂഷനോ പ്രതിഭാഗത്തിനോ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വളരെ ചെറിയ ചുരുക്കം ചില സമയങ്ങൾ അവസരം മാത്രമേ ഉള്ളൂ. ബാക്കി വിചാരണയുടെ 99% എന്ന് വേണമെങ്കിൽ പറയാതിനപ്പുറത്തേക്ക് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാക്ഷികളെ മുഴുവൻ വിസ്തരിച്ചു, ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചു, ആ നടപടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വിധി പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് ബാക്കിയുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇയാൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ടി ബി മിനി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലോ വിചാരണയുടെ ഘട്ടത്തിലോ ഇടപെടാൻ ഈ പ്രതിക്ക് കഴിയുന്നില്ല, അതിന് അയാൾക്ക് അവസരം ഉണ്ടാകുന്നില്ല എന്നൊരു ചെറിയ ആശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും ഈ ജാമ്യം കിട്ടുന്നു, ജാമ്യം കിട്ടുന്നതിന് വിചാരണ നീണ്ടുപോയി എന്ന കാരണം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. വിചാരണ നീണ്ടുപോകുന്നതിന് കാരണം ഇതിലെ പ്രതികൾ തന്നെയാണെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന വിചാരണ നീട്ടിക്കൊണ്ടു പോയതിൻ്റെ ആനുകൂല്യം കിട്ടിയത് പ്രതിഭാഗത്തിനാണ്. ആ ആനുകൂല്യമാണ് ഇവിടെ ഈ പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയതിലേക്കും വഴി വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതിലെ ഈ പറയുന്ന പരസ്പര സഹായ സംഘം എന്താണ്, ആരൊക്കെയാണ് എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിൻ്റെ കാര്യമൊക്കെ ഇതിൽ എവിടുന്നൊക്കെ ചോർന്നു, എന്തൊക്കെ അട്ടിമറികൾ, എന്തൊക്കെ ഇടപെടലുകൾ ഈ നാളിലാകെ കണ്ടതാണ് നമ്മൾ. അതിൻ്റെ തുടർച്ചയായ നിയമ പോരാട്ടങ്ങളൊക്കെ ഈ ആളുകൾ നടത്തുകയും ഒക്കെ ചെയ്ത് കോടതികളിലൊക്കെ കയറി അസാധാരണ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസാധാരണമായ സാഹചര്യം. ഇപ്പോൾ വിചാരണ കോടതി ജഡ്ജിനെതിരെ പോലും ഗുരുതരമായ പരാതികൾ ഉയർന്നു വരികയും അതിജീവിതം തന്നെ അത് കോടതിയിൽ അറിയിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ നിയമ ചരിത്രത്തിലെ തന്നെ എന്താണ് തികച്ചും അസാധാരണ സാഹചര്യം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു കേസ് തന്നെയാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ്. ആ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ അത്രയും നാടകീയ രംഗങ്ങളായിരുന്നു. വിചാരണ കോടതി ജഡ്ജിനെതിരെ കോടതിക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് പുറത്തു നിന്നുള്ളവരല്ല, അതിജീവിതം തന്നെയാണ്. അത് കോടതിയിലെത്തുകയും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി അതിന്മേലൊക്കെ നടക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ പ്രതികൾ നടത്തിയ പരസ്പര സഹകരണ സംഘം എന്ന നിലയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ നടത്തിയ ഇടപെടൽ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ സാങ്കേതികമായി കോടതിക്ക് ജാമ്യം കൊടുക്കേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതിൽ ആർക്കെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി.